പി മമ്മിക്കുട്ടി, അത് അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കാം. സാർ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, വ്യവസായ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമത്തിൻ്റെയും ചുമതലയുള്ള മന്ത്രിമാർ അവതരിപ്പിച്ച ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണക്കുകയാണ്. ഈ സംസ്ഥാനത്തെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയിൽ അധിഷ്ഠിതമായ വിജ്ഞാന സമൂഹമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്നതിന്, അതിലെ തൊഴിലാളികളെ രക്ഷിക്കുന്നതിന്, അതിന് വഴി നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് സഹായകരമായ രീതിയിലുള്ള പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആധുനിക ഇലക്ട്രോണിക് വ്യവസായങ്ങൾ മാത്രമല്ല, കേരളത്തിൻ്റെ പ്രത്യേകമായ പരമ്പരാഗതമായ വ്യവസായങ്ങൾ, കയറാണെങ്കിലും കൈത്തറിയാണെങ്കിലും കശുവണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ കൈത്തറി മില്ലുകളാണെങ്കിലും യന്ത്രത്തറികളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ മേഖലയെയും പ്രതിപാദിച്ചുകൊണ്ടാണ് അതിനെ പുനരുദ്ധരിക്കാനും അത് പുനഃക്രമീകരിക്കാനും സംരക്ഷിക്കാനും ഒക്കെ സഹായകരമായ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മുടെ രാജ്യത്ത് തന്നെ മാതൃകയായുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായുള്ള അംഗീകാരവും ബഹുമതിയും നേടിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അതിൽ ഭിന്നശേഷിക്കാരായ ആളുകളുണ്ട്, യുവാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകൾ. ഇവരെയെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കുറേയും കൂടിയും അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായ രൂപത്തിലുള്ള ധനാഭ്യർത്ഥനകളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ചർച്ച നടത്തുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ ഇതിനെ എതിർക്കുന്നു എന്ന ഒറ്റവാചകം പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ അവർ പ്രതിപക്ഷക്കാരാവില്ലല്ലോ. ആ ഒരു നിലപാട് സ്വീകരിച്ച് പോകുമ്പോൾ തന്നെ വസ്തുതകളെ വസ്തുതാപരമായി വിലയിരുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയണ്ടേ. എല്ലാവരും ഇപ്പോൾ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ആളുകൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് അവർ ഇവിടെ സംസാരിക്കുന്നത്. ഇപ്പം തന്നെ അല്ല, പാർലമെൻറ്റ് 2019 തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 21 അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു ഇല്ലേ? ഇതിലൊക്കെ തന്നെ വോട്ട് ചെയ്യുന്നത് ഈ കേരളത്തിലെ വോട്ടർമാരായ ആളുകളാണല്ലോ. അപ്പോൾ നിങ്ങളന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടാൻ കാരണം നിങ്ങളുടെ ധൂർത്ത് കൊണ്ടാണോ, നിങ്ങളുടെ ധിക്കാരം കൊണ്ടാണോ, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടാണോ? അതുകൊണ്ടാണ് ഇപ്പോൾ LDF തോറ്റതെന്ന് സമർത്ഥിപ്പിക്കാനാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അന്നത്തെ പരാജയത്തിൻ്റെ കാരണം അതാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണോ ഈ കാര്യങ്ങൾ പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒന്ന് വ്യക്തമാക്കണം എന്നാണ് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളും വോട്ടുകളും സീറ്റുകളുടെ കണക്കൊക്കെ പറയുമ്പോൾ കണക്ക് നമുക്ക് പറയാമല്ലോ. 2019 20 സീറ്റായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 1 സീറ്റേ കിട്ടിയുള്ളൂ. മനസ്സിലായില്ലേ? UDF ആ നിലയിൽ 19 സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് 18 ഉള്ളൂ. തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ അത് പറയണ്ട, നിങ്ങൾക്ക് 18 സീറ്റുകൾ കിട്ടിയുള്ളൂ. പക്ഷേ 1 സീറ്റ് നിങ്ങൾ BJPക്ക് കൊടുത്തു. ഞങ്ങൾ പറഞ്ഞതല്ല, അവിടുത്തെ വോട്ടിൻ്റെ കണക്ക് വെച്ചുകൊണ്ട് തന്നെ അവിടെ പരാജയപ്പെട്ട ബഹുമാന്യനായ മുരളീധരൻ പറഞ്ഞ കാര്യമാണ് നടത്തുന്നത്. ഇടതുപക്ഷം ജയിക്കുകയാണെങ്കിൽ ഇത്ര സങ്കടം ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും ഇടതുപക്ഷം ജയിച്ചുകൂടാ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ലോട്ടായി 86,000-ൽ പരം വരുന്ന വോട്ട് താമരക്കണ്ട് ചെയ്തു കൊടുത്ത് ഈ കേരളത്തിൽ നിന്ന് ഒരു താമര ചിഹ്നത്തിൻ്റെ ഒരു പാർലമെൻറ്റ് മെമ്പറെ അങ്ങോട്ട് അയച്ചതിൻ്റെ ക്രെഡിറ്റ് UDFകാർ എടുക്കണം എന്നർത്ഥം. എന്നിട്ട് പറയാണ് 11 സീറ്റിൽ BJPക്കാർ 1-ാം സ്ഥാനത്താണ്. ആരാണ് ഇപ്പോൾ അതിന് ഉത്തരവാദി? ഞങ്ങളുടെ വോട്ട് കുറച്ച് പോയിട്ടുണ്ടാവാം. ഈ 11 സീറ്റിൽ 1-ാം സ്ഥാനത്താണെന്ന് പറയുമ്പോൾ തന്നെ 9 സീറ്റിൽ BJPക്കാർക്ക് കെട്ടിവെച്ച കാശ് പോയി എന്നുകൂടി നിങ്ങൾ പറയണം, അതിൽ ആവേശം കൊള്ളുകയാണെങ്കിൽ ഇല്ലേ? ഇന്ത്യ രാജ്യത്ത് BJPയും കോൺഗ്രസും തമ്മിൽ മത്സരിച്ച പല പ്രദേശങ്ങളിലും കെട്ടിവെച്ച കാശ് BJPക്ക് പോയില്ല. കെട്ടിവെച്ച കാശ് പോയത് കേരളത്തിലാണ്. 1 സീറ്റ് അവർ ജയിച്ചു പോയി എന്നതിൽ നമ്മളൊക്കെ തന്നെ തുല്യ പങ്കാളികളാണെന്ന് വേണമെങ്കിൽ പറയുമ്പോൾ തന്നെ കുറഞ്ഞ പങ്കാളിത്തം ഞങ്ങളുടെ വോട്ട് പോയിട്ടുണ്ട്. ഭൂരിപക്ഷം വരുന്ന വോട്ട് നിങ്ങളുടെ പോയത്. 1977 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആകെ തൂഫാനായി എന്ന് ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ പരാജയപ്പെട്ടു അല്ലേ?
ആ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പും കേരളത്തിൽ തിരിച്ചാണ് ഉണ്ടായത്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 17 സീറ്റേ കിട്ടിയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ 2019 നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ അസംബ്ലി അടിസ്ഥാനത്തിൽ 16 സീറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. 16 സീറ്റിലാണ് ചെറിയ ഭൂരിപക്ഷം ഉണ്ടായത് അല്ലേ? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF 2011 എത്ര അസംബ്ലി സീറ്റിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു? അതിൻ്റെ അടിസ്ഥാനത്തിൽ UDF അതിനനുസരിച്ചാൽ അവരെ നില മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞോ? UDF ഉണ്ടായിരുന്ന സീറ്റിൻ്റെ എണ്ണത്തിൽ UDF കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 16 ഉണ്ടായിരുന്ന 18 ആയിട്ടുണ്ട്. 18 പോരാ. പക്ഷേ കണക്കുകൾ പറഞ്ഞ്, സീറ്റിൻ്റെ എണ്ണം പറഞ്ഞ്, ധിക്കാരത്തിൻ്റെ പേര് പറഞ്ഞ്, ധൂർത്തിൻ്റെ പേര് പറഞ്ഞ് അതിൻ്റെ ഭാഗമായി ജനങ്ങളൊക്കെ തന്നെ കൈയൊഴിഞ്ഞു എന്നാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇവിടെ UDFകാർ പലരും സംസാരിച്ചല്ലോ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഓരോ സമുദായത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ തന്നെ അവിടെ എന്താ അസ്വസ്ഥരാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരിച്ചടിയാണ് നിങ്ങൾക്കുണ്ടായത്. എത്ര തിരിച്ചടി ഉണ്ടായാലും ഞങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയേ സംസാരിക്കൂ. ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മനസ്സിലായില്ലേ? ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ ഞങ്ങൾ നിൽക്കില്ല. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാനുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവണം എന്നർത്ഥം. അതില്ലാതെ പോകുന്നതിനുള്ള ഒരു വലിയ ദുഃഖകരമായ കാര്യമാണ് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ UA ലത്തീഫ് സാഹിബ് പറഞ്ഞു, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായ വിപ്ലവകരമായ മാറ്റം. ഒന്നും ഉണ്ടായില്ല എന്നൊന്നും പറയുന്നില്ല, മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആകെ ഡിജിറ്റൽ ഡിവൈസുകളും ഡിജിറ്റൽ വിപ്ലവവും നടന്നത് ആ കാലത്താണ് അല്ലേ? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2016 2-ാം മാസം 24/2/2016 ഫെബ്രുവരിയാണ്. മാർച്ചിൽ ഇലക്ഷൻ വന്നു. ആ ഗവൺമെൻറ്റിൻ്റെ അവസാന സന്ദർഭത്തിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതും നടപ്പാക്കാൻ കഴിയാതെ പോയതുമായ പദ്ധതികളെ സംബന്ധിച്ച് ജയചന്ദ്രൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതിൽ ഞാൻ എണ്ണം പറയുന്നില്ല. ഡിജിറ്റൽ വിപ്ലവം നടന്നതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്കൂളുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യവസായത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. കലയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പദ്ധതിയിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും ഈ 5 വർഷത്തിനുള്ളിൽ അതൊന്നും തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന 200ഓളം വരുന്ന നിർദ്ദേശങ്ങളാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കാനല്ല. ഇവിടെ എന്തോ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു, ഇവിടെ ബില്ല് കൊടുക്കുന്നില്ല അല്ലേ? കേന്ദ്രവും കേരളവും ഒരുമിച്ച് ഭരിച്ചവരല്ലേ നിങ്ങൾ? എൻ്റെ അന്ന് കരാറുകാരന് എത്ര കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു? കേന്ദ്രത്തിൻ്റെ ഫണ്ടിൻ്റെ വല്ല ലിമിറ്റേഷൻ വന്നോ? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ ചർച്ച ചെയ്യല്ലേ? ഈ കേരളത്തിന് അർഹതപ്പെട്ട രൂപത്തിലുള്ള പദ്ധതി വിഹിതമോ അതുപോലെ തന്നെ ഗ്രാൻഡോ മറ്റ് സംവിധാനങ്ങളോ അതുപോലെ തന്നെ നമ്മുടെ GST നഷ്ടപരിഹാരമോ ഇതൊന്നും തരാതെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചതിൻ്റെ ഭാഗമായി ചില കുടിശ്ശികൾ വന്നിട്ടുണ്ട്. ആ കുടിശ്ശികൾ കൊടുത്തു തീർക്കും. അതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. കേന്ദ്രവും കേരളവും ഒരു കൂട്ടർ ഭരിച്ചില്ലേ ഇവിടെ? ആ കാലത്ത് കരാറുകാർക്ക് ബില്ല് കൊടുക്കാണ്ടായിരുന്നില്ലേ? ആ കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കാണ്ടായിരുന്നില്ലേ? ശമ്പളക്കാർക്ക് കുടിശ്ശിക കൊടുക്കാണ്ടായിരുന്നില്ലേ? അതുപോലെ തന്നെ ആ കാലത്ത് നിങ്ങൾ ശമ്പള പരിഷ്കരണം പോലും നടപ്പാക്കാൻ കഴിഞ്ഞോ? ഉദ്യോഗസ്ഥന്മാരുടെയും ജീവനക്കാരുടെയും കുടിശ്ശികയെ സംബന്ധിച്ചും ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ചൊക്കെ തന്നെ ഇപ്പോൾ ഇങ്ങനെ കേഴുന്ന ആളുകൾ, അവരുടെ ഭരണകാലത്ത് നടപ്പാക്കേണ്ട ശമ്പള പരിഷ്കരണം പോലും നടപ്പാക്കാൻ കഴിയാത്ത ആളുകൾ ഇപ്പോൾ ജീവനക്കാരുടെ DA കുടിശ്ശികയാണ്. പെൻഷൻകാർക്ക് കുറച്ച് ബാക്കിയുണ്ട്. പക്ഷെ ആ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഇവിടുന്ന് ജയിച്ചു പോയ 18 പേരുണ്ടല്ലോ അല്ലേ? ഇവിടെ സംസാരിച്ചത് ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള ആളുകളല്ലേ? ഈ കുടിശ്ശിക ഉൾപ്പെടെ നമുക്ക് തരുന്നതിന് വേണ്ടി, നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോജിച്ചു പോകാമെന്നല്ലേ പറയേണ്ടത്? BJPക്കെതിരായുള്ള വലിയ മുന്നേറ്റത്തിൽ അതിന് ചാമ്പ്യന്മാരാണ്. ആയിക്കോട്ടെ, തർക്കമൊന്നുമില്ല. കോൺഗ്രസുമായി മുഖാമുഖം നേരിട്ട് മത്സരിക്കുന്ന സ്ഥലത്ത് എന്താണ് BJPയുമായി മുഖാമുഖം മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ എന്താ കോൺഗ്രസിൻ്റെ സ്ഥിതി? അപ്പോൾ ആ വക കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇവിടെ വന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ കാര്യങ്ങൾ വിശദീകരിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിസൾട്ടിനെ താരതമ്യം ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതിന് കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടാണ്, ധാർഷ്ട്യമാണ്, അതുപോലെ തന്നെ ധിക്കാരമാണ് എന്ന് പറഞ്ഞൊന്നും തന്നെ വസ്തുതകളാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കരുത്. ബഹുമാനായ ആന്റണിയുടെ കാര്യം ഉൾപ്പെടെ അവിടെ പറഞ്ഞല്ലോ. CPMന്റെ തകർച്ചയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. മഹാനായ ലെനിന്റെ ചില കോട്ടിങ് എടുത്തുകൊണ്ട് UA ലത്തീഫ് സാഹിബ് സംസാരിച്ചില്ലല്ലേ? ഈ കേരളത്തിൽ 100 കൊല്ലത്തിന് ഇനി ഇടതുപക്ഷക്കാർ അധികാരത്തിൽ വരില്ല, കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലേക്ക് വരില്ല. 100 കൊല്ലത്തേക്ക് പ്രഖ്യാപിച്ചില്ലേ ശ്രീമാൻ AK ആന്റണി?
അതുപോലെ തന്നെ മനോരമ ഉൾപ്പെടെ പ്രഖ്യാപിച്ചില്ലേ? എന്നാ പ്രഖ്യാപിച്ചത്? അതിൻ്റെ ശേഷം 3 തവണ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. 3 തവണ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അധികാരത്തിൽ വന്നത് ജനങ്ങളുടെ വോട്ട് കൊണ്ട് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള പരാതിയിലും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടത് ഞങ്ങൾ പരിശോധിക്കും, തിരുത്തേണ്ടത് തിരുത്തും, സ്വയം വിമർശനം നടത്തും. പക്ഷേ അതൊന്നും നടത്താത്ത ഒരു വിഭാഗക്കാരായ ആളുകൾ ഇല്ലേ, BJP-ക്കാർക്കുള്ള 1 ലക്ഷം വോട്ടും നൽകി കേരളത്തിൽ ഒരു BJP-യുടെ പ്രതിനിധി അയച്ച മാന്യന്മാരിരുന്ന് ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആക്ഷേപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുകൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷൊർണൂർ മണ്ഡലത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ മെറ്റൽ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ SIFL, ഇപ്പോൾ അവിടെ പറഞ്ഞല്ലോ, ചന്ദ്രയാൻ 3 ഉൾപ്പെടെ, അതുപോലെ തന്നെ ആദിത്യ 1 ഉൾപ്പെടെയുള്ള യന്ത്രോപകരണങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന SIFലും, അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ ഉപകരണമായി പ്രവർത്തിക്കുന്ന ഉൽപ്പാദനം നടത്തുന്ന മെറ്റൽ ഇൻഡസ്ട്രീസിലെയും ഈ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ കൂടി വ്യവസായ വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വ്യവസായ വകുപ്പ് സാമൂഹ്യ സുരക്ഷാ വകുപ്പ് അവതരിപ്പിക്കപ്പെട്ട ധനാഭ്യർത്ഥനകളെ ഞാൻ അനുകൂലിക്കുന്നു.